കൊട്ടിയൂരിലെ ഉരുൾപൊട്ടൽ. ഈ ചിത്രത്തിൽ മധ്യത്തിലിരിക്കുന്ന ദൈവതുല്യനായ വ്യക്തിയെ ഒന്ന് പരിചയപ്പെടാം. 100 കൊല്ലം മുമ്പ് മലയാള വർഷം 1098 കർക്കിടക മാസം 12-ാം തീയതി തൃക്കലശാട്ട് കഴിഞ്ഞ് 41-ാം നാൾ ഒറ്റപ്ലാവു മലയിൽ ഉരുൾപൊട്ടി ആ മണ്ണ് മുഴുവനായും കൊട്ടിയൂർ യാഗഭൂമിയിൽ പതിച്ചു. അക്കരെ കൊട്ടിയൂർ മുഴുവനായും മണ്ണിനടിയിൽ. അക്കാലത്ത് കൊട്ടിയൂരിൽ ഇക്കരെ ക്ഷേത്രവും ക്ഷേത്രത്തിലെ കഴകക്കാരായ 4-5 പേരും കുറിച്യ സമുദായക്കാരും മാത്രമായിരുന്നു താമസം. ക്ഷേത്ര ഊരാളന്മാരും മറ്റു അടിയന്തരക്കാരുമായിട്ടുള്ള ആളുകൾ 10 നാഴിക പടിഞ്ഞാറ് മണത്തണ ഗ്രാമത്തിലാണ് താമസം. കൊട്ടിയൂർ മുതൽ മണത്തണ വരെ ജനവാസമില്ല. ഘോരവന പ്രദേശമാണ്. ഉരുൾപൊട്ടിയത് ഉച്ചയോടുകൂടിയ നേരത്ത്. മണത്തണ നാട് ഈ വിവരമറിഞ്ഞത് രാത്രിയും. അക്കാലത്ത് മണത്തണയിൽ പ്രായപൂർത്തിയായ പുരുഷന്മാർ കുറച്ചു പേർ മാത്രമേയുള്ളൂ. വാഹന സൗകര്യമില്ല, യന്ത്രങ്ങളില്ല, വൈദ്യുതിയില്ല, റോഡ് ഇല്ല. രാത്രി തന്നെ അന്നത്തെ കൊട്ടിയൂർ ക്ഷേത്ര ഊരാള പ്രധാനിയായ കരിമ്പനക്കൽ വലിയ ഗോവിന്ദൻ നായരച്ചൻ്റെ നേതൃത്വത്തിൽ ആളുകൾ കൊട്ടിയൂരിൽ എത്തി. നേരം പുലർന്നു നോക്കിയപ്പോൾ അക്കരെ പ്രദേശം മുഴുവൻ ചളി നിറഞ്ഞു നിൽക്കുന്നു. വാവലി ദിശ മാറി ഒഴുകുന്ന ആർക്കും ഒന്നു ചെയ്യുവാൻ സാധിക്കാത്ത അവസ്ഥ. ദുഃഖേന എല്ലാവരും മണത്തണയിലേക്ക് തിരിച്ചു പോന്നു. യാഗഭൂമി ഇല്ലാതായി എന്നെല്ലാവരും മനസ്സിലുറപ്പിച്ചു. 4 മാസങ്ങൾ കഴിഞ്ഞു. വലിയ ഗോവിന്ദൻ നായരുടെ നേതൃത്വത്തിൽ മണ്ണ് നീക്കി തൃച്ചെറുമെന്ന് വീണ്ടെടുക്കാനുള്ള പ്രയത്നം തുടക്കി. 6 മാസം നീണ്ടുനിന്ന ഭഗീരഥ പ്രയത്നം. കാടറിയുന്ന കുറിച്യരും പണിയരും മുന്നിൽ നടന്നു. കേട്ടറിഞ്ഞ് തലശ്ശേരി, കൂത്തുപറമ്പ്, മട്ടന്നൂർ തുടങ്ങിയ ഒട്ടേറെ നാടുകളിൽ നിന്നും ആളുകളെത്തി. താമസം കൊട്ടിയൂരിൽ തന്നെ. മണ്ണും വെള്ളവും കലർന്ന് കിലോമീറ്ററോളം വിസ്തൃതിയിൽ ഒരു ചെളിത്തടം. അതായിരുന്നു അവസ്ഥ. ആ ചെളിത്തടത്തിൽ വട്ടളപാത്രമിറക്കി മരക്കോലുകൾ കൊണ്ട് തുഴഞ്ഞ് യാഗഭൂമിയിലേക്ക് അതിസാഹസികമായി മുൻപേ വഴി തെളിയിച്ചത് മണത്തണ കുളങ്ങരയത്ത് രാമൻ നായർ. അവിടെ ചെന്നപ്പോൾ യാഗഭൂമിയിലെ അരയാൽ വൃക്ഷത്തിൻ്റെ ഉച്ചിത്തല മാത്രമുണ്ട് മണ്ണിന് മുകളിൽ അടയാളമായി. ആത്മവിശ്വാസം വിടാതെ പെരുമാളിൻ്റെ മണ്ണിൻ്റെ വീണ്ടെടുപ്പിനായുള്ള യജ്ഞം തുടങ്ങി. ഒറ്റപ്പിലാമലയിൽ നിന്ന് കാടൻ മേയ്ച്ചാല് കയറി വെളിപ്പെട്ട് ഉറഞ്ഞു വന്നു. അമ്പുകുത്തി മണിത്തറയുടെ സ്ഥാനം കാണിച്ചു കൊടുത്തു. കൂറ്റൻ കുന്നിൻ്റെ വലുപ്പത്തിലുള്ള ഒരു പാറയ്ക്ക് അടിയിലായിരുന്നു ആ സ്ഥാനം. വിശ്രമമില്ലാതെ മാസങ്ങൾ നീണ്ട പ്രയത്നം ഫലം കണ്ടു. സ്വയംഭൂ ശില കണ്ടെത്തി. നായരച്ചൻ്റെ ഇച്ഛാശക്തിക്കു മുന്നിൽ ദുരന്തം തോറ്റു. 6 മാസത്തെ ശ്രമഫലമായി തൃച്ചെറുമെന്ന് വീണ്ടെടുത്തു. അതുമുതൽ കയ്യാലകൾ ഉയർന്നും മണിത്തണ താഴെയുമായി. കൂടാതെ വാവലി 2ആയി. ഇടവാവലിയും വാവലിയും കരിമ്പനക്കൽ ചാത്തോത്ത് ഗോവിന്ദൻ നായരുടെ ദൃഢനിശ്ചയത്തിനും അജ്ഞാത ശക്തിക്കും മുന്നിൽ ആ വലിയ ദുരന്തം വഴിമാറി. ശ്രീ തൃച്ചെറുമെന്ന് എന്ന കൊട്ടിയൂർ യാഗോത്സവത്തിൻ്റെ പാരമ്പര്യ ഊരാള തറവാടായ കരിമ്പനക്കൽ തറവാട്ടിൽ 1865 ജനിച്ച് 18-ാം വയസ്സിൽ ഊരാള സ്ഥാനം വഹിച്ച് 68-ാം വയസ്സിൽ 1933 കർക്കിടകം 19-ന് സ്വർഗസ്ഥനായ മണത്തണയുടെ വെല്ലുവെല്ലിച്ചൻ ആയ കരിമ്പനക്കൽ ചാത്തോത്ത് ഗോവിന്ദൻ നായർ. ശ്രീ യാഗോത്സവ ഭൂമിയെ ഇദ്ദേഹം 2 പ്രാവശ്യം തിരികെ കൊണ്ടുവന്നു. 1867 പ്രിവ്യ കൗൺസിൽ കേസ് വിധി പ്രകാരം ഊരാളന്മാർക്ക് തിരിച്ചു കിട്ടിയ ഭരണാധികാരം കോടതി മുഖേന നടപ്പിൽ വരുത്തി. 1999 അതിവർഷത്തിൽ ഉരുൾപൊട്ടി പൂർണ്ണമായും മണ്ണിനടിയിലായ യാഗഭൂമി വലിയധികാരിയുടെ മേൽനോട്ടത്തിൽ നടന്ന മനുഷ്യപ്രയത്നത്താൽ പൂർണ്ണമായും ഉത്സവ നടത്തിപ്പിന് സജ്ജമാക്കി. ഈ 2 കാര്യങ്ങളുടെയും സാമ്പത്തിക ചെലവും ചുമതലയും ഗോവിന്ദൻ നായരുടേത് മാത്രമായിരുന്നത്രേ. മണത്തണ ചപ്പാരം ക്ഷേത്രം പുതുക്കി പണിതതും പുഴയ്ക്കൽ മടപ്പുര മുത്തപ്പൻ സ്ഥാനം നിർമ്മിച്ചതും ഇദ്ദേഹമാണ്.